ഹായ്, ഐ ആം റോജസ് ജോസ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ആൽഫ അക്കാഡമി. എങ്ങനെയാണ് കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ സ്പെഷ്യൽ റിസർവേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ധാരാളം റിസർവേഷൻ കാറ്റഗറികളെക്കുറിച്ചും റിസർവേഷൻ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻസുകളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അവിടെയാണ് ഒരു NRI സ്റ്റാറ്റസ് നമുക്ക് നേടിയെടുക്കണമെങ്കിലും അല്ലെങ്കിൽ NRI ഒരു സീറ്റിലേക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ടുള്ള ഡോക്യുമെൻസുകൾ സബ്മിറ്റ് ചെയ്ത് NRI സ്റ്റാറ്റസ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അതിലൂടെയാണ് ഇപ്പോൾ എക്സാമ്പിൾ കേരളത്തിൽ ഒരു MBBS സീറ്റിൻ്റെ NRI സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ NRI സീറ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ് NRI സീറ്റ് ഉള്ളത്. ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ മുഴുവൻ സീറ്റിൻ്റെ 15% സീറ്റാണ് NRI സീറ്റിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 85% സീറ്റിൽ 30% സീറ്റ് ഏതെങ്കിലും കമ്മ്യൂണിറ്റി മൈനോറിറ്റി കമ്മ്യൂണിറ്റി നടത്തുന്ന കോളേജുകളാണെങ്കിൽ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. എക്സാമ്പിൾ ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന കോളേജുകളാണെങ്കിൽ അവിടുത്തെ 30% സീറ്റ് ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നതാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കീഴിൽ വരുന്ന കോളേജുകളാണെങ്കിൽ അവിടുത്തെ 30% സീറ്റ് മുസ്ലിം മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ആകെ 100 സീറ്റുകളിൽ 30% മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിക്കും ബാക്കി ജനറൽ കമ്മ്യൂണിറ്റിക്കും മാറ്റിവെച്ചിട്ട് 15% സീറ്റ് NRI സീറ്റിന് വേണ്ടിയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഈ NRI സീറ്റിലേക്ക് നമുക്കൊരു സ്റ്റാറ്റസ് ഉള്ള കുട്ടികൾക്ക് മാത്രമാണ് ആ സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ വേണ്ടി അർഹത ലഭിക്കുക. സാധാരണയുള്ള ഒരു MBBS സീറ്റിൽ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും എൻട്രൻസ് കമ്മീഷണർ ഫിക്സ് ചെയ്യുന്ന ഫീസ് ആയിരിക്കും നമുക്ക് പഠിക്കേണ്ടി വരിക. കഴിഞ്ഞ വർഷത്തിൽ 7,60,000 രൂപയായിരുന്നു ഒരു ഗവൺമെൻറ് സീറ്റിൽ MBBSൻ്റെ ഫീസ്. ആ സെയിം സ്ഥലത്ത് തന്നെ BPL കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞൊരു ഫീസിൽ ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന 25,000 രൂപ ഫീസിൽ പഠിക്കാനുള്ളൊരു സാധ്യതയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലുണ്ട്. ഇതുപോലെ തന്നെ NRI സീറ്റിലേക്ക് വരുമ്പോഴും അവിടുത്തെയും ഫീസ് എൻട്രൻസ് കമ്മീഷണർ തന്നെയാണ് ഫിക്സ് ചെയ്യുക. കഴിഞ്ഞ വർഷത്തെ NRI സീറ്റിലുള്ള ഫീസ് എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയായിരുന്നു. അപ്പോൾ ഒരു വർഷം ആനുവൽ ഫീസായിട്ട് 20 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറുള്ള പേരൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് NRI സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാനായിട്ട് നമുക്ക് അതിനുള്ള ഡോക്യുമെൻസുകൾ സബ്മിറ്റ് ചെയ്ത് നമുക്ക് എലിജിബിലിറ്റി നേടിയെടുക്കാവുന്നതാണ്. ഇനി NRI സ്റ്റാറ്റസിലേക്ക് നമ്മളൊരു എലിജിബിലിറ്റിക്ക് വേണ്ടി സ്റ്റാറ്റസ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതുകൊണ്ട് അവിടേക്ക് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ, അങ്ങനെയില്ല. നമ്മളിപ്പോൾ NRI സ്റ്റാറ്റസിന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു, സ്റ്റാറ്റസ് നേടിയെടുക്കുന്നു, നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നു. എൻട്രൻസ് എക്സാമിനേഷനിൽ ഏറ്റവും മികച്ച ഒരു റാങ്ക് ഉണ്ടെങ്കിൽ നമുക്കത് ഗവൺമെൻറ് സീറ്റിൽ തന്നെ അഡ്മിഷൻ നേടാം, ഇല്ലെങ്കിൽ പ്രൈവറ്റ് സീറ്റിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടാം, അതുമല്ലെങ്കിൽ മൈനോറിറ്റി സീറ്റിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടാം. എന്നിട്ട് ആ സീറ്റുകളിൽ ഒന്നും നമുക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള റാങ്ക് നമുക്കില്ലെങ്കിൽ മാത്രമേ നമ്മളെ NRI സീറ്റിലേക്ക് കൺസിഡർ ചെയ്യത്തുള്ളൂ. ഉയർന്ന ഫീസിൽ നമ്മൾ പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ NRI സീറ്റിനോട് സ്റ്റാറ്റസ് നേടിയതുകൊണ്ട് എന്നെ ഇതിൽ മാത്രമേ കൺസിഡർ ചെയ്യൂ എന്നൊരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ റാങ്കിനനുസരിച്ചുള്ള ഒരു സീറ്റായിരിക്കും നമുക്ക് ലഭിക്കുക. ഇപ്പോൾ സ്റ്റാറ്റസ് നേടിയെടുത്തില്ലെങ്കിലുള്ളൊരു പ്രശ്നം, പിന്നീട് അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് നമ്മൾ കിട്ടും നല്ലൊരു റാങ്കിലൂടെ ഗവൺമെൻറ് സീറ്റോ അല്ലെ പ്രൈവറ്റ് സീറ്റുകളോ നേടിയെടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പഠിച്ച് റാങ്ക് വരുന്ന സമയത്ത് റാങ്ക് ഒരല്പം താന്നു പോയാൽ NRI സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ നേടിയെടുക്കണമെന്ന് വിചാരിച്ചാൽ പോലും പിന്നീട് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനോ NRI സീറ്റ് നേടിയെടുക്കാനോ ഉള്ളൊരു സാധ്യത എൻട്രൻസ് കമ്മീഷണർ തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ NRI സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും NRIയിൽ എന്നെ കൺസിഡർ ചെയ്യണമെന്നുള്ള സ്റ്റാറ്റസ് നേടിയെടുക്കാനുള്ള ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്ത് അതിനുവേണ്ട എലിജിബിലിറ്റി നേടാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ മീൻസ് ജൂൺ 1 തീയതി മുതൽ 21 തീയതി വരെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും അതേപോലെ ജൂൺ 30 തീയതിക്ക് മുമ്പായിട്ട് ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്ന ആ സെയിം മൊമെൻറ്റിൽ തന്നെ NRI സ്റ്റാറ്റസ് നമുക്ക് നേടിയെടുക്കാനുള്ള ഡോക്യുമെൻസും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതിന് എന്തൊക്കെയാണ് ഡോക്യുമെൻസുകൾ നമ്മൾ വേണ്ടതെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. നമുക്ക് 4 ഡോക്യുമെൻസുകളാണ് NRI സ്റ്റാറ്റസ് നമുക്ക് നേടിയെടുക്കാനായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ തന്നെ എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ കഴിഞ്ഞ വർഷം 2020 നോട്ടിഫിക്കേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. 2021 പുതിയ നോട്ടിഫിക്കേഷൻ ഒന്നും NRI സ്റ്റാറ്റസിന് വേണ്ടി വന്നിട്ടില്ല. എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് 2020 ഗവൺമെൻറ് ഓർഡറിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഈ 2021 NRI സ്റ്റാറ്റസിനായിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2020 ഓർഡറിൻ പ്രകാരം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം.
നമുക്ക് 4 ഡോക്യുമെന്റ്സുകളാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഈ കാൻഡിഡേറ്റിനെ സ്പോൺസർ ചെയ്യുന്ന NRI. ഈ കാൻഡിഡേറ്റിനെ സ്പോൺസർ ചെയ്യുന്ന NRI എന്ന് പറയുന്നത് 2 സെഗ്മെന്റിൽ വരാം. ഒന്നുകിൽ ഈ കുട്ടിയുടെ അച്ഛൻ ഓർ അമ്മ, അവർ NRI, ആ NRI സ്റ്റാറ്റസ് ഉള്ള ഒരു ജോബ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അച്ഛനോ അമ്മയോ ആരെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കണം ഒന്നാമത്. ഇനി അല്ലെങ്കിൽ ഇവരുടെ ബ്ലഡ് റിലേഷനുള്ള അല്ലെങ്കിൽ ക്ലോസ് റിലേഷനുള്ള സിബ്ലിങ്സോ സഹോദരങ്ങളോ ഒക്കെ ആയിട്ടുള്ള ബ്ലഡ് റിലേഷനുള്ള ആരെങ്കിലും ഒരാളായിരിക്കണം ഈ സ്പോൺസർ ആവേണ്ടത്. അപ്പോൾ ഒരു റിലേഷനും ഇല്ലാത്ത, ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളെ സ്പോൺസറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കത്തില്ല. ഒന്നുകിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരാളായിരിക്കണം നമ്മുടെ സ്പോൺസർ ആവേണ്ടത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ് ആദ്യമായി നമുക്ക് വേണ്ടത്. അപ്പോൾ അത് അച്ഛനോ അമ്മയോ ആണ് ഈ കാൻഡിഡേറ്റിൻ്റെ സ്പോൺസർ എങ്കിൽ അതിന് നമുക്ക് സർട്ടിഫിക്കറ്റിൻ്റെ, സ്കൂൾസ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി മാത്രം മതിയാവും. ഇനി അച്ഛനോ അമ്മയോ അല്ലാതെ ഒരു ബ്ലഡ് റിലേഷൻ ഉള്ള ഒരാളാണ് സ്പോൺസറായി മാറുന്നതെങ്കിൽ ആ സ്പോൺസറും ഈ കാൻഡിഡേറ്റും തമ്മിലുള്ള റിലേഷൻ വില്ലേജ് ഓഫീസിൽ നിന്നും പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റും ഇതിൻ്റെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അച്ഛനോ അമ്മയോ ഇതേപോലെ ഒരു സ്പോൺസറോ, അത് വില്ലേജ് ഓഫീസർ സർട്ടിഫൈ ചെയ്യുന്ന ബ്ലഡ് റിലേഷൻ ഉള്ള ഒരു സ്പോൺസറോ ആണെങ്കിൽ ഈ സ്പോൺസർക്കോ അല്ല അച്ഛനോ അമ്മയോ ആരാണോ ആ സ്പോൺസറായി മാറുന്നത് അവർക്ക് വേണ്ട ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇതിൽ ആദ്യമായി വേണ്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ആ സ്പോൺസറുടെ പാസ്പോർട്ടിൽ അല്ലെങ്കിൽ ഗ്രീൻ കാർഡിൽ അല്ലെങ്കിൽ OCI കാർഡിൽ എന്താണ് ജോബ് ചെയ്യുന്നത് എന്ന് ആ പാസ്പോർട്ടിൽ അല്ല ഗ്രീൻ കാർഡിൽ അല്ല OCIയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. അങ്ങനെ ഇല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ രണ്ടാമതായിട്ട് ഇൻ കേസ് ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ദ സ്പോൺസർ ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ ദ എബോവ് ഡോക്യുമെന്റ്സ്, ഈ ഡോക്യുമെന്റ്സിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ദ കാൻഡിഡേറ്റ്സ് ഹാസ് ടു പ്രൊഡ്യൂസ് ദ എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ദ സ്പോൺസർ അറ്റസ്റ്റഡ് ബൈ ദ എംബസി കൗൺസിലേറ്റ് അതോറിറ്റീസ്. അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് എംബസിയിൽ നിന്നോ കോൺസുലേറ്റിൽ നിന്നോ അറ്റസ്റ്റ് ചെയ്ത ഒരു കോപ്പിയും ഇതിൻ്റെ കൂടെ ഉണ്ടാവേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്പോൺസറുടെ വിസയുടെ വാലിഡിറ്റി ഈ കാൻഡിഡേറ്റിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്ന മൊമെന്റ് വരെ, മീൻസ് ഇപ്പോൾ എക്സാമ്പിൾ ഈ വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷൻ, നീറ്റ് എക്സാമിനേഷൻ്റെ ഡേറ്റ് ഓഗസ്റ്റ് 1 എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ അത് പോസ്റ്റ്പോൺ ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഓഗസ്റ്റ് 1 തന്നെ എക്സാമിനേഷൻ നടക്കാം. എന്തുമായിക്കോട്ടെ, ഓഗസ്റ്റിൽ തന്നെ എക്സാമിനേഷൻ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ റിസൾട്ട് ഒരു സെപ്റ്റംബറിൽ പബ്ലിഷ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഒക്ടോബർ നവംബറോടുകൂടി അഡ്മിഷൻ കോൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു ഡിസംബർ ജനുവരി എങ്കിലും ആവും അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അടുത്ത 2022 ജനുവരി ഫെബ്രുവരി ഒരു മാർച്ച് വരെ എങ്കിലുമൊക്കെ വിസ വാലിഡിറ്റി ഉള്ള ഒരു സ്പോൺസർ ആയിരിക്കണം ഈ കാൻഡിഡേറ്റിൻ്റെ സ്പോൺസറായി മാറേണ്ടത്. അത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനിടയ്ക്ക് ഈ പീരീഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ വിസ എക്സ്പയർ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു കോപ്പി പ്രൊഡ്യൂസ് ചെയ്താലും മതിയാവും. മൂന്നാമതായിട്ട് വേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ സ്പോൺസറും കാൻഡിഡേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അച്ഛനോ അമ്മയോ ആണെങ്കിൽ അതിന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ അതിൽ അച്ഛനോ അമ്മയോ ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് മതിയാവും. വേറെ ആരെങ്കിലും ആണെങ്കിൽ, ബ്ലഡ് റിലേഷനുള്ള വേറെ ആരെങ്കിലും ഒരാളാണെങ്കിൽ ഈ സ്പോൺസറും ഈ കാൻഡിഡേറ്റും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങി ഇതിനോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഈ കാൻഡിഡേറ്റിനെ ഈ സ്പോൺസർ അണ്ടർടേക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അഫിഡവിറ്റ് ആണ്. അതിന് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റിന്റെ ഫോർമാറ്റ് ഇവിടെ ഈ എൻട്രൻസ് കമ്മീഷന്റെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ അഫിഡവിറ്റ് നമ്മൾ പ്രിന്റ് എടുത്തതിന് ശേഷം ഇതൊരു 200 രൂപ പത്രത്തെ, 200 റുപ്പീസിൻ്റെ ഒരു മുദ്രപത്രത്തിൽ ഇത് പ്രിന്റ് എടുത്ത് അവിടെ എൻട്രി ചെയ്യേണ്ട പേരുകളും കാര്യങ്ങളും എല്ലാം എൻട്രി ചെയ്ത് ഒരു നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാം. ഇത് നാട്ടിൽ നിന്ന് ഒന്നുകിൽ നാട്ടിലത്തെ ഒരു നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാം, അതുമല്ലെങ്കിൽ വിദേശത്താണെങ്കിൽ അവിടെയുള്ള ഒരു നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിച്ച സർട്ടിഫിക്കറ്റ് ആണെങ്കിലും മതി. ഇങ്ങനെ 200 രൂപ പത്രത്തിൽ ഞാൻ ഈ സ്പോൺസറുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളെല്ലാം കൃത്യമായിട്ട് മീറ്റ് ചെയ്തു കൊള്ളാമെന്ന് വഹിച്ചുകൊള്ളാം എന്നുള്ള ഒരു അഫിഡവിറ്റ് നമ്മൾ ഇതിനോടൊപ്പം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ആവശ്യമാണ്.
ഇങ്ങനെ 4 ഡോക്യുമെന്റ്സുകളാണ് ഒരു കാൻഡിഡേറ്റിന് NRI സ്റ്റാറ്റസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എൻട്രൻസ് കമ്മീഷണർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. ഇതേപോലെ എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻസ് എല്ലാം കൃത്യമായി നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻട്രൻസ് എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ഓൺലൈൻ അഡ്മിഷൻ പ്രൊസീജിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും, അതേപോലെ ഒരു എൻട്രൻസ് എക്സാമിനേഷനിൽ ഏറ്റവും നല്ല റാങ്ക് നേടാൻ പഠിക്കേണ്ട രീതികളെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനും ഏതൊരു പേരൻസിനും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും ആൽഫയിലെ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഒന്നാമതായിട്ട് വേണ്ടത് സ്പോൺസറുടെ NRI സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഒന്നാമതായിട്ട് വേണ്ടത്. രണ്ടാമത് വേണ്ടത് വിസ വാലിഡിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് അഫിഡവിറ്റ് ആണ്. നാലാമതായിട്ട് നമുക്ക് വേണ്ടി വരുന്നത് റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ഇങ്ങനെയുള്ള 4 ഡോക്യുമെന്റ്സും കൂടെ ഒരു PDF ഫോർമാറ്റിലേക്ക് മെർജ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഈ 4 സർട്ടിഫിക്കറ്റും കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ ഒരു കാൻഡിഡേറ്റിന് NRI സ്റ്റാറ്റസ് കിട്ടുന്ന ഒരു പൊസിഷനിലേക്ക് മാറ്റപ്പെടാൻ സാധിക്കും. ഇനി ഇത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ NRI സ്റ്റാറ്റസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്യുമെന്റ്സ് ഒക്കെ എൻട്രൻസ് കമ്മീഷൻ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ആ NRI സ്റ്റാറ്റസ് ഈ കുട്ടിക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ കൂടെ പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റ് നമ്മൾ നിരന്തരമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഈ കുട്ടി NRI സ്റ്റാറ്റസ് ഉള്ള ഒരു സ്റ്റുഡൻ്റായി ആ റാങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി അങ്ങനെ സ്റ്റാറ്റസ് ഉള്ളവരുടെ പേരുകൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേര് അതിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്കോ മെയിൽ അഡ്രസ്സിലേക്കോ അതിനൊരു റീസൺ എൻട്രൻസ് കമ്മീഷൻ അറിയിക്കാറുണ്ട്. ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് അതിന് വേണ്ട റെമഡിയലായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാറ്റസ് നമുക്ക് വീണ്ടും നേടിയെടുക്കാനും സാധിക്കും. അങ്ങനെ കൃത്യമായിട്ട് ഈ സമയത്ത് തന്നെ ഈ ഡോക്യുമെന്റ്സുകൾ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെയാണ് ഒരു NRI സ്റ്റാറ്റസ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. NRI സ്റ്റാറ്റസ് നമ്മൾ നേടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് എൻട്രൻസ് കമ്മീഷൻ അഡ്മിഷൻ പ്രോസസ്സിംഗ് നടത്തുന്ന സമയത്ത് നമുക്ക് ഗവൺമെൻറ് സീറ്റോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സീറ്റുകളോ അല്ലെങ്കിൽ അതേപോലുള്ള ഏതെങ്കിലും ഒരു സീറ്റ് നമുക്ക് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ NRI സീറ്റ് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് മൂവ് ചെയ്യാനും സാധിക്കുന്നു. NRI സീറ്റുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഒരു കോളേജിലെ 15% സീറ്റ് NRI സീറ്റിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണെന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ 15% സീറ്റ് കൂടാതെ ഒരു കോളേജിൻ്റെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന 30% സീറ്റിൽ അവിടെയും മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള NRI സീറ്റുണ്ട്. അപ്പോൾ ആ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള NRI സീറ്റിലേക്ക് നമുക്കൊരു അഡ്മിഷൻ ലഭിക്കണമെങ്കിലും NRI സ്റ്റാറ്റസ് ഉള്ള ഒരു കുട്ടിക്ക് മാത്രമേ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ NRI സീറ്റിലേക്കോ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ NRI സ്റ്റാറ്റസ് ഉള്ള സീറ്റിലേക്കോ നമുക്കൊരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു NRI സ്റ്റാറ്റസ് നമ്മൾ നേടിയെടുക്കാനുള്ള ഡോക്യുമെന്റ്സുകൾ സബ്മിറ്റ് ചെയ്ത് NRI സ്റ്റാറ്റസ് നമ്മൾ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ഇതേപോലെ ഓരോ റിസർവേഷൻ സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറി സ്റ്റുഡൻസും അത് സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള റിസർവേഷൻ ഉണ്ട്, കാസ്റ്റ് വൈസ് ഉള്ള റിസർവേഷൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബിനെ ബേസ് ചെയ്തിട്ടുള്ള റിസർവേഷൻസ് ഉണ്ട്, NRI സ്റ്റാറ്റസിൻ്റെ റിസർവേഷൻസ് ഉണ്ട്, സ്പോർട്സ് കോട്ടയുടെ റിസർവേഷൻസ് ഉണ്ട്. ഇതേപോലെ ഓരോ സ്പെഷ്യൽ റിസർവേഷനും അതിൻ്റേതായ ഡോക്യുമെൻറ്റ്സുകൾ സബ്മിറ്റ് ചെയ്തുകൊണ്ട് അതിന് വേണ്ട സ്റ്റാറ്റസുകൾ നേടിയെടുത്ത് നമ്മുടെ സീറ്റുകൾ നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് പോലെ പ്രാധാന്യമുണ്ട് എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും. എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്ന് പറഞ്ഞ 4 സബ്ജക്ട്സ് നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്ന വിവിധ എൻട്രൻസ് പരീക്ഷകൾ, IITയിലും NITയിലും അഡ്മിഷൻ കിട്ടുന്ന JEEയുടെ പരീക്ഷകൾ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടുന്ന കുസാറ്റിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ, MBBSും BDSും ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി പോലുള്ള കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന നീറ്റ് എക്സാമിനേഷൻ, നാഷണൽ ഡിഫൻസ് അക്കാഡമി, ആർമി, നേവി, എയർഫോഴ്സിൻ്റെ സെക്ടറിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന NDAയുടെ എക്സാമിനേഷൻ, ISROയുടെ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന എൻട്രൻസ് എക്സാമിനേഷൻ, അതേപോലെ ഇന്ത്യൻ റെയിൽവേയുടെ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്ന എൻട്രൻസ് എക്സാമിനേഷൻ, പ്രൈവറ്റ് സെക്ടറിലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളായിട്ടുള്ള അമൃതയുടെ ക്യാമ്പസിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെയും വെല്ലൂർ മെഡിക്കൽ കോളേജിൻ്റെയും സെൻറ്റ് ജോൺസിൻ്റെയും അതേപോലുള്ള പ്രൈവറ്റ് സെക്ടറിലെ ധാരാളം ക്യാമ്പസുകളിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ,
കീം എൻട്രൻസ് എക്സാമിനേഷൻ ഇതേപോലുള്ള ഏതൊരു എൻട്രൻസ് എക്സാമിനേഷനും നമ്മൾ ഈ 4 സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചാൽ മതിയാവും. അത് ഏറ്റവും കെയറിംഗ് സിസ്റ്റത്തിലൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്നതിലൂടെയാണ് ഒരു കുട്ടിക്ക് ഏറ്റവും നല്ല ഗവൺമെന്റ് സീറ്റുകളും അല്ലെങ്കിൽ റിസർവേഷനുള്ള സീറ്റുകളും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുക. അങ്ങനെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള സീറ്റ് ഏറ്റവും റീസണബിൾ ഫീസിൽ പഠിക്കാൻ പറ്റുന്നതിലേക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞ ഒരു 21 വർഷമായി 85% മേളിൽ വിജയം ഓരോ വർഷവും നിലനിർത്തിക്കൊണ്ട് അത് ഏറ്റവും മികച്ച കഴിവുള്ള കുട്ടികളെ എടുത്ത് പഠിപ്പിക്കുകയല്ല, മറിച്ച് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ടും സ്മാർട്ടായിട്ടും പഠിപ്പിച്ച് അവരെ വിജയത്തിൽ എത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആൽഫ അക്കാഡമി. തീർച്ചയായിട്ടും ഏതൊരു പേരൻസിനും നല്ലൊരു വിജയം നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെ പേരൻസിനും വിദ്യാർത്ഥികൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വരാം, വിളിക്കാം. നിങ്ങളുടെ വിജയത്തിനായി ലോങ് ടൈം കോച്ചിങ്ങിലോ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾക്ക് +1 +2 വേറൊരു സ്കൂളിൽ പഠിക്കാതെ ആൽഫയുടെ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിൽ പഠിച്ച് ഫസ്റ്റ് ചാൻസിൽ തന്നെ ഏറ്റവും മികച്ച വിജയം നേടാൻ പറ്റുന്ന ശാന്തസുന്ദരമായ നല്ല പേഴ്സണൽ അറ്റൻഷനോടുകൂടി പഠിക്കുന്ന സ്ട്രെസ് ഫ്രീ ആയി പഠിപ്പിക്കുന്ന ആൽഫയുടെ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് റിപ്പീറ്റർ ബാച്ചിലോ ക്രാഷ് കോഴ്സിലോ ഒക്കെ പഠിച്ചോ ആൽഫയുടെ ഏറ്റവും മികച്ച കെയറിംഗ് സിസ്റ്റം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് സ്മാർട്ട് വർക്ക് മെത്തേഡ്സിലൂടെ വിജയം നേടാൻ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വരാം. നിങ്ങളുടെ വിജയത്തിനായി എപ്പോഴും ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഏവർക്കും ഏറ്റവും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്.